വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിടിലൻ മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ മുളക് പൊടി ഇട്ട് വറ്റിച്ചെടുക്കുന്നതിനേക്കാൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കറിയുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും. അതേപോലെ തന്നെ ആ മസാലകളെല്ലാം മീനുമ്പോൾ നന്നായിട്ട് പിടിച്ചു വരും. നല്ല തിക്ക് ഗ്രേവി ആയതുകൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറ്റിച്ച് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ മീൻ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഇത്രയും കാര്യങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ മീൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരമീനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. അത് ഇതേപോലെ ചെറിയ പീസായിട്ട് ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചുവന്നുള്ളിയാണ് വേണ്ട. ചുവന്നുള്ളിയാണ് നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 25 ചെറിയുള്ളിയോളം വരും. അപ്പോൾ ചെറിയുള്ളി ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയുള്ളി ചേർക്കുന്നത്. പിന്നെ ഒരു പീസ് ഇഞ്ചി ഞാനൊരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 12 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഴുവനെപ്പാടെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾ കറിമുളക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. കുറച്ച് കറിവേപ്പില വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുടംപുളിയാണ്. കുടംപുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് കഴുകി ഒരു 4 പീസ് എടുത്തിട്ടുണ്ട്. അതും ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് കുറച്ചും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് കറി റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വേരിയേഷൻ വരുത്താം. അപ്പോൾ നമ്മൾ ഉള്ളിയും മുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുപ്പത്ത് വെച്ച് ചെയ്യാം. അപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. ആ മുളക് പൊടിയും നമ്മൾ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരും. അപ്പോൾ അത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ചപ്പോൾ ഉപ്പ് ഇട്ടിരുന്നു. അതുകൂടാതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ മീൻ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു. ഇനി കറി നന്നായിട്ട് തിളച്ച് ഈ ചാറൊക്കെ വറ്റി മീൻ നന്നായിട്ട് വെന്ത് വരണം. അത്യാവശ്യം നല്ല കുറുകിയിട്ടിരിക്കണം. അതേപോലെ ഒരു പരുവത്തിന് നമുക്ക് വേണം. അപ്പം നമുക്കിത് നന്നായിട്ട് തിളച്ച് മീൻ വെന്ത് വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളമൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുമ്പോഴേക്കും ആ വെള്ളമൊക്കെ വറ്റിയിട്ട് ഗ്രേവി നല്ല തിക്കായി വരും. മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാവും ആ ഗ്രേവി നല്ല തിക്കായിട്ടായിരിക്കുന്നത്. നമ്മൾ സാധാരണ മുളക് പൊടി ഇട്ട് വറ്റിച്ചെടുക്കുന്നതിനേക്കാൾ നല്ല തിക്കായിട്ടാണ് ഗ്രേവി ഇരിക്കുന്നത്. കാരണം നമ്മൾ ഉള്ളി അരച്ച് ചേർത്തത് കൊണ്ട് ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ മീനുമൊക്കെ നന്നായിട്ട് ഗ്രേവി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മേളിൽ കൂടെ ഒരല്പം കറിവേപ്പില ഞാൻ വിതറി കൊടുക്കുകയാണ്. പിന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയിട്ടൊന്ന് സെർവ് ചെയ്യാം. ചൂടാറുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് മീനുമ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളി മീൻ വറ്റിച്ചത് റെഡിയാക്കി എടുത്തതെന്ന്. സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മീൻ കറി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. പിന്നെ മസാലകളൊക്കെ നന്നായിട്ട് അതുമ്പോൾ പിടിച്ചിരിക്കും, ഗ്രേവി നല്ല തിക്കായതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.